പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിനായി യിരെമ്യാവിന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യം വായിക്കാം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. ഇവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയേ ഉള്ളൂ നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നതാണ് നമ്മൾ വായിച്ച ഈ വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. ഇസ്രായേൽ മക്കള് ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കാത്തത് കൊണ്ട് അവരെ പ്രവാസത്തിലേക്ക് ദൈവം വിടുകയാണ്. ബാബേൽ രാജ്യത്ത് അവർ പ്രവാസത്തിൽ കഴിയുകയാണ്. അവർ പ്രയാസത്തിൽ കടുമ്പോൾ അവർക്ക് വളരെ കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിൽ ഉളവാകുകയാണ്. യിരെമ്യാ പ്രവാചകൻ ഏകദേശം 30ഓളം വർഷം ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ വചനങ്ങളെ പറയുകയും നിങ്ങൾ തിരിഞ്ഞു വരണമെന്ന് പറയുകയും ചെയ്തിട്ട് അവരാരും യിരെമ്യാവിൻ്റെ വചനങ്ങളെ അവർ കേട്ടില്ല. ദൈവം അവരോട് അരുളി ചെയ്തത് അവർ കേട്ടില്ല. അവർ പ്രവാസത്തിലേക്ക് പോയി. പക്ഷേ ദൈവം പറയുകയാണ്, 70 സംവത്സരം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ തിരിച്ചു വരുത്തുമെന്ന് ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അവരോട് അരുളി ചെയ്യുകയാണ്. പ്രവാചകന്മാർ മുഖാന്തരം ദൈവത്തിൻ്റെ വചനങ്ങളെ വിട്ട് നിങ്ങൾ നടന്നാൽ നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകുമെന്ന് ദൈവം അവരോട് അരുളി ചെയ്തിട്ട് അവർ കേൾക്കാഞ്ഞതുകൊണ്ട് അവരെ ബാബേലിലേക്ക് പിടിച്ചു. ദൈവത്തിൻ്റെ മക്കളായ സ്വന്തം ജനമായ ഇസ്രായേലിനെ ബാബേൽ രാജാവ് അവരെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ദൈവം അവർക്ക് വീണ്ടും ഒരു അവധി വെച്ചിരിക്കുകയാണ്. 70 സംവത്സരമാണ് നിങ്ങൾക്ക് അവധി. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ദൈവം അവരോട് അരുളി ചെയ്യുകയാണ്. ദൈവം അവരോട് പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങൾ ഇസ്രായേൽ രാജ്യത്തിൽ നിന്നാണ് നിങ്ങളെ ബാബേലിലേക്ക് അടിമയാക്കി കൊണ്ടുപോയിരുന്നത്. നിങ്ങളെ അതുപോലെ തന്നെ ഈ പ്രദേശത്തേക്ക് എല്ലാവരെയും ഞാൻ മടക്കി വരുത്തും. ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കണം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നോട് പറ്റിയിരിക്കണം. നിങ്ങൾ എന്നെ വിട്ടുമാറിയാൽ നിങ്ങൾക്ക് ഇത് സാധ്യമാകുകയില്ല. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഹല്ലേലൂയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നിങ്ങളുടെ അടിമത്തത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരുമെന്ന് ദൈവം അവരെ വീണ്ടും ഓർപ്പെടുത്തുകയാണ്. യഹോവ ഞങ്ങൾക്ക് ബാബേൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവം അവരോട് പറയുകയാണ്, എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് മുമ്പായി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളുടെ രക്ഷിതാവായ ദൈവമാണ്. ഞാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളെ വേലികെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ വചനങ്ങളെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങളെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ കേൾക്കാതെ സ്വന്തം വിവേകത്തിൽ നിങ്ങൾ ഊന്നി ജീവിച്ചതുകൊണ്ട് ആണ് നിങ്ങൾക്ക് ഈ പ്രയാസങ്ങളെല്ലാം വന്നത് എന്ന് ദൈവം അവരെ ഓർമ്മിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കെല്ലാം നാശമാണ് വരുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എല്ലാം നാശങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും യേശുവിനെ വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ നമുക്ക് ഒരിക്കലും നമ്മൾ അങ്ങനെ അകന്നു പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ നാശമായിരിക്കുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. എപ്പോഴും നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് അവൻ്റെ വചനങ്ങളെ അനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നമുക്ക് സദൃശവാക്യം 3 അധ്യായം 5 വാക്യത്തിൽ പറയുകയാണെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിരച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ജ്ഞാനിയായ ശലോമോൻ, ഇസ്രായേലിന്റെ 3ാമത്തെ രാജാവായിരുന്ന ശലോമോൻ നമ്മളോട് പറയുകയാണ്, സ്വന്തം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ വേണം ദൈവത്തെ ആശ്രയിക്കേണ്ടത്.
സ്വന്തം വേഗത്തിൽ നമ്മൾ ഊന്നരുത്. അങ്ങനെ നമ്മൾ ഊന്നിയാൽ ഹല്ലേലൂയ നമുക്ക് നാശമാണ് സംഭവിക്കുന്നത് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. എപ്പോഴും നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് അവൻ്റെ വചനങ്ങളെ അനുസരിച്ച് ഹല്ലേലൂയ അവൻ്റെ വചനങ്ങളെ അനുസരിച്ച് നമുക്ക് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. ഹല്ലേലൂയ എന്ന് ദൈവം ഓർപ്പെടുത്തുകയാണ്. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയാകും, നിറയും. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുന്നത് നമ്മുടെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും യഹോവയെ ബഹുമാനിക്കുക എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഹല്ലേലൂയ ബേത്ലഹേമില്, ദൈവത്തിന്റെ നാടായ ബേത്ലഹേമില് ഹല്ലേലൂയ ക്ഷാമമുണ്ടായപ്പോൾ ഹല്ലേലൂയ ഏലിമലേക്കും തൻ്റെ ഭാര്യയായ നവോമിയും 2 പുത്രന്മാരായ മഹ്ലോനും കിലിയോനും കൂടി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് അവര് മോവാബ് ദേശത്തേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ സന്നിധി വിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും പ്രവേശിക്കരുതെന്ന് പറഞ്ഞ മോവാബിരും അമ്മോനും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നാളും പ്രവേശിക്കരുതെന്ന് ദൈവം അരുളിച്ചതാണ്. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാടായ ബേത്ലഹേം വിട്ട് മോവാബ് ദേശത്തേക്ക് നവോമിയും ഏലിമലേക്കും മഹ്ലോനും കിലിയോനും കൂടി യാത്ര ചെയ്യുകയാണ്. അവരവിടെ എത്തിച്ചേർന്നു. ദൈവത്തിന്റെ സന്നിധി വിട്ട് ഈ ബേത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ മോവാബ് ദേശത്തേക്ക് പോയി അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏലിമലേക്ക് മരിച്ചുപോയി, മഹ്ലോനും കിലിയോനും മരിച്ചുപോയി. അവർ വീണ്ടും നവോമി ബേത്ലഹേമിലേക്ക് തിരിച്ചു വരികയാണ്. നവോമി പറയുകയാണ്, ഇനി എന്നെ നവോമി എന്ന് വിളിക്കരുത്. ഹല്ലേലൂയ, ഞാൻ നിറഞ്ഞവളായിപ്പോയി ഒഴിഞ്ഞവളായി വന്നിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ വിട്ടുപോകരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോയാൽ അത് നമുക്ക് മുഴുവനായ നാശത്തിനാണ് അത് സംഭവിക്കുന്നതെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവത്തെ മുറുകെ പിടിച്ച് അവന്റെ കാലിൽ അവന്റെ പാദത്തെ ചുംബിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് എല്ലാവിധ നന്മകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ ജോസഫിന്റെ ജീവിതയാത്രയിൽ നമ്മൾ നോക്കുമ്പോൾ ജോസഫ് എപ്പോഴും ദൈവത്തോട് സംസാരിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് സ്വപ്നത്തില് ദൈവം അവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ദൈവം അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അവർ അവനെ പൊത്തിഫേറിന് ഹല്ലേലൂയ ഇസ്രായേൽ കച്ചവടക്കാർക്ക് വിറ്റു. അവൻ പൊത്തിഫേറിന്റെ ഭവനത്തിൽ ചെന്നു. അവിടെയും അവന് പ്രതിസന്ധികൾ വന്നു. ഹല്ലേലൂയ ജീവിതത്തിൽ ഏകദേശം 17 വയസ്സ് പ്രായമുള്ള യോസഫിനെ അവർ വിറ്റുകളഞ്ഞു. 13 വർഷം അവൻ കാരാഗ്രഹത്തിലും പൊത്തിഫേറിന്റെ ഭവനത്തിലുമായി കഷ്ടതകളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകൾ അവൻ അനുഭവിച്ചു. പക്ഷേ അവരെ ഒക്കെയും അവൻ ദൈവത്തോട് പറ്റിച്ചേർന്നാണ് ഇരുന്നത്. പക്ഷേ ദൈവം അവനെ മാനിച്ചു. ഈജിപ്തിന്റെ രണ്ടാമനായി 80 വർഷം 13 വർഷം അവന് കഷ്ടം അനുഭവിച്ചുവെങ്കിലും 80 വർഷം അവന് ഈജിപ്തിന്റെ പരമാധികാരിയായി അവൻ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം അവനെ മാനിച്ചു വളർത്തിയ വിധങ്ങളെ നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ദൈവത്തിന്റെ സന്നിധിയെ വിട്ടു പോകുമ്പോൾ നമുക്ക് നഷ്ടങ്ങളാണ്. ഹല്ലേലൂയ. നവോമിയുടെ ജീവിതത്തിൽ അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി, മക്കളെ 2 പേരും നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നപ്പോൾ വീണ്ടും അവൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്. നമ്മളെപ്പോഴും ദൈവത്തിന്റെ സന്നിധിയെ വിട്ടു പോകുമ്പോൾ നമുക്ക് നാശങ്ങളാണ് സംഭവിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർന്നിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ ഒരിക്കലും എന്തൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതയാത്രയിൽ സംഭവിച്ചാലും ദൈവത്തിന്റെ സന്നിധി വിട്ട് നമ്മൾ പോകരുത്. അത് നവോമി നമുക്കൊരു ദൃഷ്ടാന്തമാണ്. അവൾ ദൈവത്തിന്റെ
സന്നദ്ധ വിട്ടു പോയപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി, മക്കളെ രണ്ടുപേരും നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ സന്നദ്ധി വിട്ട് പോകരുത്. അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണം, അവനിൽ ആശ്രയിക്കണം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ നമ്മൾ സംഭവിക്കുന്നുണ്ട്, പക്ഷേ ആ തെറ്റുകളെല്ലാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മൾ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞ് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിക്കുവാൻ ദൈവം തയ്യാറാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ 30 വർഷത്തോളം ഇസ്രായേൽ ജനത്തോട് പ്രവചിച്ചു പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുവീൻ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവീൻ, അവനെ പൂർണ്ണഹൃദയത്തോടെ അവനെ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞിട്ട് അവരാരും കേട്ടില്ല. പക്ഷേ അതിന് പരിണതഫലമോ അവനെ ബാബേലിലേക്ക് ഇസ്രായേൽ മക്കളെ അടിമകളായി കൊണ്ടുപോവുകയാണ്. 70 സംവത്സരമാണ് ദൈവം അവർക്ക് വച്ചിരുന്ന ആ അടിമ, ആ പ്രവാസകാലം. ആ പ്രവാസകാലം തീരാറായപ്പോൾ ദൈവം അവരെ മടക്കി വരുത്തി. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവം മടക്കി വരുത്തുകയാണ്. ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. ദൈവം കരുണയുള്ള ദൈവമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. ദൈവം അങ്ങനെ വലിയ കരുണയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെ വേലുകെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ഒരിക്കലും ജീവിതയാത്രയിൽ ഹല്ലേലൂയ ദൈവത്തെ വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് പോകാതെ അവന് തന്നെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇനവയെന്ന് ഞാൻ അറിയുന്നു. നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിന് ഒരു നിരൂപണമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിക്കുക. അവരുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ഈ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.